എൻ്റെ പേര് അൽ അമീൻ, തിരുവനന്തപുരമാണ് സ്ഥലം. എൻ്റെ ചോദ്യം, പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം വന്നെത്തുന്ന സാഹചര്യത്തിൽ നിക്കാബ്, ഫോട്ടോഗ്രാഫി പോലുള്ള വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരൻ അതിൽ ഏതൊരു അഭിപ്രായമാണ് പ്രാബല്യം കൊടുത്ത് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഈ ചോദ്യങ്ങളുള്ളൂ, അവസാനിച്ചിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തോന്നുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിൽ രണ്ട് നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഒന്ന്, നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ ആ പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ആളുകളുണ്ടാവും. അപ്പോൾ ഒന്ന് ഹക്ക് ബാത്തിലിനെതിരാകും, ബാത്തിൽ ഹക്കിനെതിരാകും, അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതേ സമയത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ രണ്ട് രൂപത്തിലോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രൂപത്തിലോ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ആ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും വാചകങ്ങളും ശൈലികളും ഉള്ളത് എങ്കിൽ ആ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കിയവരെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ബനൂ ഖുറൈളയിലേക്ക് ചില ആളുകളെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. ആ ബനൂ ഖുറൈളയിലേക്ക് എത്തുന്നത് വരെ പ്രവാചകൻ ആ സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ അസ്ർ നിസ്കരിക്കുന്നത് ബനൂ ഖുറൈളയിൽ വെച്ചുകൊണ്ടായിരിക്കണം. ബനൂ ഖുറൈളയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അസ്ർ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ സഹാബത്തിനോട് പ്രവാചകൻ ഈ നിർദ്ദേശം നൽകി. സഹാബത്ത് യാത്ര തിരിച്ചു. അപ്പം അസറിൻ്റെ സമയം കഴിയാറായി, അവർ ബനൂ ഖുറൈളയിൽ എത്തിയില്ല. അപ്പോൾ കുറച്ച് സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമ്മൾ വേഗത്തിൽ യാത്ര പോകണമെന്നതാണ്, അതല്ലാതെ അസർ ഖളാ ആക്കണമെന്ന ഉദ്ദേശത്തിലല്ല എന്ന് മനസ്സിലാക്കുകയും ചില ആളുകൾ ബനൂ ഖുറൈള എത്തുന്നതിന് മുമ്പ് തന്നെ അസർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് അസർ നിസ്കരിച്ചു. വേറെ ചില സഹാബത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ നമ്മോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ബനൂ ഖുറൈള എത്താതെ അസർ നിസ്കരിക്കരുത്, അത് സമയം കഴിഞ്ഞാലും അവിടെ എത്തി നിസ്കരിച്ചാൽ മതി. അങ്ങനെ അസറിൻ്റെ സമയം കഴിഞ്ഞിട്ട് അവർ അവിടെ എത്തിയപ്പോൾ അസർ നിസ്കരിച്ചു. പ്രവാചകൻ പറഞ്ഞ ഈ വാചകത്തിന് രണ്ട് രീതിയിലും വ്യാഖ്യാന സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ട് രീതിയിലും സഹാബത്ത് മനസ്സിലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ സംഭവം പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിഭാഗത്തെയും ആക്ഷേപിച്ചില്ല, രണ്ട് വിഭാഗത്തെയും പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാചകത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും സാധ്യതയുള്ള വിഷയങ്ങളിൽ രണ്ടഭിപ്രായം വന്നാൽ അതിനാണ് ഇജ്തിഹാദിയ വിഷയം എന്ന് പറയാം. ഒരു നസ്, ഒരു പ്രമാണം ഒരു പണ്ഡിതൻ ഗവേഷണം ചെയ്തുകൊണ്ട് ആ പ്രമാണത്തിൽ നിന്നൊരു വിധി കണ്ടെത്തി. ആ വിധിയല്ല മറ്റൊരു പണ്ഡിതൻ കണ്ടെത്തിയത്. രണ്ടിനും ഈ പ്രമാണത്തിന് വ്യാഖ്യാന സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണം പറയുമ്പോൾ സുഹൃത്ത് ചോദിച്ചല്ലോ, ഫോട്ടോഗ്രാഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പറഞ്ഞിട്ട് കുല്ലു മുസവ്വരിൻ ഫിന്നാർ, എല്ലാ മുസവ്വറുകളും നരകത്തിലാണ്. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച തസ്വീർ എന്താണ്? അത് രണ്ടു തരം തസ്വീറാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഒന്ന്, ഒരു മനുഷ്യന്റെ രൂപത്തിലോ ജീവികളുടെ രൂപത്തിലോ കൊത്തിയുണ്ടാക്കുന്ന വിഗ്രഹം പോലെയുള്ള തസ്വീറുകൾ, അഥവാ സ്റ്റാച്ചു പോലെയുള്ള മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപത്തിലോ ജീവനുള്ള വസ്തുക്കളുടെ രൂപത്തിലോ ഉണ്ടാകുന്ന കൊത്തി ഉണ്ടാക്കുന്ന തസ്വീറുകൾ, അത് പാടില്ല, ഹറാമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ മനുഷ്യന്റെ കൈകൾ കൊണ്ട് ജീവനുള്ളവയുടെ ചിത്രം വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ, അത് ഹറാമാണ്, സംശയമില്ല, ഇത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതേ സമയത്ത് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്ന, ഫോട്ടോഗ്രാഫി എടുക്കുന്ന, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ ഉണ്ട്, ഇത് പ്രവാചകൻ വിശദീകരിച്ച തസ്വീറിൽ പെടുമോ ഇല്ലയോ? കാരണം ഇതൊരു മനുഷ്യന്റെ ചിത്രം വരച്ചുണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുന്നതല്ല. ഇവിടെ ഉള്ള ഒന്നിനെ നിഴൽ പോലെ പകർത്തുകയാണ്. ഒരു മനുഷ്യന് വെയിലത്ത് നാൾക്ക് നിഴലുണ്ടാകും, ആ നിഴൽ ഉണ്ടാക്കിയതല്ല, അതൊരു ലൈറ്റ് കൊണ്ടുണ്ടായത് നിഴലാണ്. ആ നിഴലൊരു മനുഷ്യനല്ല, അതിൻ്റെ ഒരു ഷാഡോ മാത്രമാണ്. ഇതുപോലെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ല, നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തസ്വീറിൽ ഫോട്ടോഗ്രാഫി പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ രണ്ട് വിഭാഗവും സലഫി പണ്ഡിതന്മാരാണ്. ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് അത് പാടില്ല എന്ന് പറഞ്ഞ ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച തസ്വീറിൽ
അത് പെടില്ല എന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ, ദീനിയായ പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആളുകളെ അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതേ സമയത്ത് എനിക്ക് ഫോട്ടോ വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ നീ ഫോട്ടോ എടുക്കാത്തതിൻ്റെ പേരിൽ ആൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം പ്രവാചകൻ പറഞ്ഞ ആ വാചകത്തെ രണ്ട് രീതിയിൽ സലഫി പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള വിഷയം സമൂഹത്തിൽ ഒരിക്കലും വലിച്ചിട്ടുകൊണ്ട് ഫിത്ന ഉണ്ടാക്കരുത്. പക്ഷേ വളരെ സങ്കടകരമായ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇത്തരം ഇജ്തിഹാദിയായ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾക്കിടയിൽ അത് സമൂഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ കക്ഷിത്വം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ആളുകൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം പറയാം, ഇപ്പൊ സംഘടന ഉണ്ടാക്കാൻ പറ്റുമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു സംഘടനയിൽ എല്ലാവർക്കും അറിയാലോ. കാരണം പ്രവാചകന്റെ കാലം എന്ന് പറഞ്ഞാൽ റസൂലാണ് ഭരണാധികാരി. അവിടെ പിന്നെ വേറെ സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? സഹാബത്താണ് ഖുലഫാഉർ റാഷിദുകൾ, അവിടെ ഭരണാധികാരികൾ അവരാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തുള്ള ആളുകൾ അവിടുത്തെ ഭരണാധികാരികൾ അവരാണ്. അവിടെ ദഅവത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കാൻ പാടില്ല. അതേ സമയത്ത് ഇന്ത്യ പോലെയുള്ള ഇസ്ലാമിക ഭരണമില്ലാത്ത മതേതര രാജ്യത്ത് ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ? സലഫി പണ്ഡിതന്മാർക്ക് തന്നെ രണ്ടഭിപ്രായമുണ്ട്. ന്യൂനപക്ഷം വളരെ കുറച്ച് പണ്ഡിതന്മാർ പറഞ്ഞു പാടില്ല, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉണ്ടാക്കണം, അത് വാജിബാണെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ സംഘടന ഉണ്ടാക്കിയാൽ അത് ഹിസ്ബിയത്താണ്. അതുകൊണ്ട് സംഘടനയുടെ നടത്തുന്ന പരിപാടി പോകാൻ പാടില്ല, സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പാടില്ല, വിസ്ഡത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, അത് ഹിസ്ബിയത്താണ് എന്ന് പറയുന്ന ഒരു കക്ഷികൾ. വേറെ ആളുകൾ പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമല്ല, അത് ദഅവത്തിന്റെ മാർഗത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കാര്യമാണ്. ഇത് കൃത്യമായി കൂടി ഇതിൻ്റെ പേരിൽ ഒരു കക്ഷിത്വം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ കക്ഷിത്വം ഉണ്ടാക്കുന്നത് സലഫിയത്തായിക്കൊണ്ട് ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധാരണ പാടില്ല. ഈ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ രണ്ടഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഏതാണോ പ്രമാണത്തിനോട് ഏറ്റവും കൂടുതൽ തോന്നുന്നത് അതിനോട് നമുക്ക് അതിനോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ആ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റു ആളുകൾ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെതിർക്കാൻ പാടില്ല. അതേ സമയത്ത് ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയമാണെങ്കിൽ അവിടെ നമ്മൾ എതിർക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞു, സലീംക്ക് പറഞ്ഞു ആ ആയത്തിൻ്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് ഒരു സഹാബിയും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അത് ശിർക്കാം. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ ഉള്ളതിൽ അത് സ്ഥിരപ്പെട്ട പ്രമാണമാണെങ്കിൽ ഇജ്തിഹാദിയായ ഗവേഷണാത്മക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ പ്രമാണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ജീവിതവുമായിക്കൊണ്ടും അതുപോലത്തെ മറ്റൊക്കെ കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം. ആ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കാത്ത ആളുകളെ ആക്ഷേപിക്കുകയും അവരെ ഹിസ്ബിയത്തിൻ്റെ ആളുകളായി കാണുക അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും താല്പര്യമുള്ളതായി കാണുക അതൊരിക്കലും ശരിയല്ല. ഇതാണ് വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്.